ഇംഗ്ലണ്ടിലെ ഭരണഘടനയിൽ ഓരോ സംസ്ഥാനങ്ങളെയും രാജ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. വടക്കൻ അയർലൻഡിനെ രാജ്യമെന്നും പ്രദേശമെന്നും പ്രവിശ്യ എന്നും വിളിക്കാറുണ്ട്. സംസ്ഥാനങ്ങൾ എന്നുള്ള വാക്ക് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നില്ലെങ്കിലും ലളിതമായ ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ യുണൈറ്റഡ് കിങ്ഡമിലെ എല്ലാ രാജ്യങ്ങളെയും സംസ്ഥാനങ്ങളായി പരിഗണിക്കാവുന്നതാണ്. അതിനു പുറമെ 2 ടെറിട്ടറീസും UK-ക്കുണ്ട്. ഒന്ന് ചാനൽ ഐലൻഡ്സ് ആണ്. ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും മധ്യത്തിലുള്ള കടലിടുക്കിലെ ദ്വീപുകളെയാണ് ചാനൽ ദ്വീപുകൾ എന്ന് പറയുന്നത്. ഇവ UK-യുടെ ഭാഗമല്ലെന്നും ക്രൗൺ ഡിപ്പെൻഡൻസീസ് ആണെന്നും ഇംഗ്ലീഷുകാർ ആവേശത്തോടെ വർണ്ണിക്കും. അതുപോലെ ഇംഗ്ലണ്ടിനും അയർലൻഡിനും ഇടയ്ക്കുള്ള ഒരു ദ്വീപാണ് മാൻ ദ്വീപ്. ഇതും ഒരു ഓവർസീസ് ടെറിട്ടറി ആണെന്നും UK-യുടെ ഭാഗമല്ല എന്നും ബ്രിട്ടീഷുകാർ ആവേശത്തോടെ വാദിക്കാറുണ്ട്. ഇത്തരം ബഡായികളൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇംഗ്ലണ്ടിന് 6 സംസ്ഥാനങ്ങളുണ്ട് എന്ന് വിചാരിച്ചാൽ കാര്യം ലളിതമായി. പക്ഷേ വളരെ ഉയർന്ന സ്വാധീനമുള്ളതുകൊണ്ട് വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് കളിക്കുവാൻ ഇംഗ്ലണ്ടിലെ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ പഴഞ്ചൻ ഏർപ്പാട് നിർത്തുവാൻ ഫുട്ബോൾ അസോസിയേഷനോ മറ്റ് രാജ്യാന്തര സംഘടനകൾക്കോ കഴിഞ്ഞിട്ടില്ല. കാരണം അത്ര ഭീകരമാണ് ഇംഗ്ലണ്ടിന് ലോകത്തിന് മേലെയുള്ള സ്വാധീനം.